വിശദമായ ഗൾഫ് വാർത്തകൾ നോക്കാം. യുഎഇയിൽ തുടർച്ചയായ രണ്ടാം ദിനവും അതിശക്തമായ മഴ. അബുദാബി, ദുബായ്, ഷാർജ, റാസ് അൽ ഖൈമ അടക്കമുള്ള എമിറേറ്റുകളിൽ കനത്ത മഴയാണ് തുടരുന്നത്. വാദികൾ നിറഞ്ഞു കവിഞ്ഞു. വിവിധ എമിറേറ്റുകളിൽ വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട്. നാളെയും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് മഴ തുടങ്ങിയത്. ഇടിയോടുകൂടിയ മഴയാണ് പലയിടത്തും അനുഭവപ്പെട്ടത്. വാദികൾ നിറഞ്ഞു കവിഞ്ഞു. വിവിധ എമിറേറ്റുകളിൽ വെള്ളക്കെട്ടും പർവ്വത പ്രദേശങ്ങളിൽ വെള്ളച്ചാട്ടവും രൂപപ്പെട്ടു. അബുദാബി, ദുബായ്, ഷാർജ, റാസ് അൽ ഖൈമ അടക്കമുള്ള എമിറേറ്റുകളിൽ ശക്തമായ മഴ തുടരുകയാണ്. അബുദാബിയിൽ അൽ ഐൻ, അൽ ദഫ്ര അടക്കമുള്ള മേഖലയിലും ഫുജൈറയിലും കനത്ത മഴയാണ്. ഷാർജയുടെ വിവിധ ഭാഗങ്ങൾ വെള്ളത്തിലായി. ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പർവ്വത പ്രദേശങ്ങളിലേക്കും താഴ്വരകളിലേക്കും ഉള്ള യാത്ര പാടില്ല എന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് 18 ദുബായ്. കനത്ത മഴയെ തുടർന്ന് ഷാർജയിലെ എല്ലാ പാർക്കുകളും അടച്ചു. കാലാവസ്ഥ അനുകൂലമായതിന് ശേഷം മാത്രമേ പാർക്കുകൾ തുറക്കൂ. ഗ്ലോബൽ വില്ലേജിലും സന്ദർശകർക്ക് പ്രവേശനമില്ല. ബസ് ഓൺ ഡിമാൻഡ് സേവനം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി അജ്മാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയും വ്യക്തമാക്കി. മഴ അതിശക്തമായതോടെയാണ് പാർക്കുകൾ അടയ്ക്കാൻ ഷാർജ മുനിസിപ്പാലിറ്റി തീരുമാനിച്ചത്. എമിറേറ്റിലെ എല്ലാ പാർക്കുകളും താൽക്കാലികമായി അടച്ചിടും. കാലാവസ്ഥ അനുകൂലമായതിനു ശേഷം മാത്രമേ പാർക്കുകൾ തുറക്കൂ എന്നും മുനിസിപ്പാലിറ്റി വ്യക്തമാക്കി. ഷാർജയുടെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത മഴയാണ് അനുഭവപ്പെട്ടത്. ഒട്ടേറെയിടങ്ങളിൽ വെള്ളക്കെട്ടും രൂപപ്പെട്ടു. മോശം കാലാവസ്ഥയെ തുടർന്ന് ദുബായ് ഗ്ലോബൽ വില്ലേജ് നാളെ വൈകുന്നേരം 4 വരെ അടച്ചു. ബസ് ഓൺ ഡിമാൻഡ് സേവനം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി അജ്മാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. പ്രതികൂല കാലാവസ്ഥയിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് നടപടിയെന്നും അജ്മാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി വ്യക്തമാക്കി. ന്യൂസ് 18 ഷാർജ. ബുറൈദ ലാഹി തസ്ലിയ കനാലിൽ ആകസ്മികമായി വെള്ളം ഒഴുകിയെത്തിയത് കാണാനെത്തിയത് നിരവധി പേർ. കഴിഞ്ഞ ദിവസം പെയ്ത മഴയ്ക്ക് പിന്നാലെയാണ് കനാലിൽ ഒഴുക്ക് തുടങ്ങിയത്. വെള്ളം കാണാൻ സമീപ പ്രദേശത്ത് നിന്നും നിരവധി പേർ എത്തിയതോടെ ഗതാഗതക്കുരുക്ക് ഉണ്ടാവുകയും ചെയ്തു. മഴയിൽ ട്രാഫിക് സിഗ്നൽ സംവിധാനങ്ങൾ തകരാറിലായത് സുരക്ഷാ ഉദ്യോഗസ്ഥരെ ബുദ്ധിമുട്ടിലാക്കി. മദീന അണക്കെട്ടിൽ നിന്ന് ഒഴുക്കിവിട്ട വെള്ളമാണ് കനാലിൽ എത്തിയതെന്നാണ് വിവരം. ഇക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല. വെള്ളം കാണാനെത്തിയ പലരും ഏറെ നേരം ഇവിടെ ചെലവഴിച്ചു. ചിലർ കുടുംബസമേതം എത്തി ടെന്റ് കെട്ടിയാണ് കാഴ്ച ആഘോഷമാക്കിയത്. തൊഴിൽ രഹിതർക്കുള്ള ഇൻഷുറൻസ് ഉറപ്പാക്കി യുഎഇയിലെ തൊഴിലാളികൾ. 2 ദിവസത്തിനിടെ 60,000-ത്തിലധികം ആളുകളാണ് പദ്ധതിയിൽ അപേക്ഷ നൽകിയത്. തൊഴിൽ നഷ്ടമായാലും 3 മാസം വരെ ശമ്പളം ഉറപ്പാക്കുന്നതാണ് യുഎഇയിലെ തൊഴിൽ രഹിത ഇൻഷുറൻസ് പദ്ധതി. 3 സ്കീമുകളിലായാണ് ഇത് നടപ്പാക്കുന്നത്. വാർഷിക പാക്കേജ്, പ്രതിമാസ പാക്കേജ്, അർദ്ധവാർഷിക പാക്കേജ് എന്നിങ്ങനെ. ഇവയിൽ വാർഷിക പാക്കേജാണ് ഭൂരിഭാഗം പേരും തെരഞ്ഞെടുത്തത്. 2 ദിവസത്തിനിടെ 60,000 പേർ പദ്ധതിയിൽ ചേർന്നു. www.ilo.ae എന്ന വെബ്സൈറ്റ് വഴിയാണ് ഭൂരിഭാഗം പേരും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കിയത്. 16,000 ദിർഹം വരെ ശമ്പളമുള്ളവർക്ക് പ്രതിമാസം 5 ദിർഹവും 16,000 ദിർഹത്തിന് മുകളിൽ ശമ്പളമുള്ളവർക്ക് മാസം 10 ദിർഹവുമാണ് ഇൻഷുറൻസ് പ്രീമിയം. 16,000 ദിർഹത്തിൽ താഴെ ശമ്പളമുള്ളവർക്ക് ജോലി നഷ്ടപ്പെട്ടാൽ പരമാവധി 10,000 ദിർഹം വരെ പ്രതിമാസം ലഭിക്കും. 16,000 ദിർഹത്തിന് മുകളിൽ വേതനമുള്ളവർക്ക് പരമാവധി 20,000 ദിർഹം വരെയും 3 മാസം വരെ ലഭിക്കും. 3 മാസത്തിനിടയിൽ പുതിയ ജോലി ലഭിക്കുകയോ രാജ്യം വിടുകയോ ചെയ്താൽ ഇൻഷുറൻസ് തുക ലഭിക്കില്ല. പ്രതിമാസ അടവ് 1 വർഷം പിന്നിട്ടവർക്ക് മാത്രമാണ് തുക ലഭിക്കുക. തൊഴിലാളികൾ തന്നെയാണ് ഇൻഷുറൻസ് എടുക്കേണ്ടത്. തൊഴിലുടമയ്ക്ക് ഉത്തരവാദിത്വമുണ്ടാകില്ല. പദ്ധതിയിൽ ചേരാൻ 6 മാസം കൂടി സമയമുണ്ട്. നിയമം വഴി നടപ്പാക്കുന്ന പദ്ധതിയിൽ ഇൻഷുറൻസ് പ്രീമിയം എടുക്കാൻ തൊഴിലാളികൾക്ക് ജൂൺ 30 വരെ സമയം ലഭിക്കും. അതേസമയം ജനുവരി 1 ശേഷം ജോലിയിൽ പ്രവേശിച്ചവർക്ക് 4 മാസത്തെ ഗ്രേസ് പീരീഡാണ് ലഭിക്കുക. മെയ് 1 മുതൽ ഇൻഷുറൻസ് പ്രീമിയം ഉറപ്പാക്കാത്ത തൊഴിലാളികൾക്ക് പിഴശിക്ഷയുണ്ടാകും. 400 ദിർഹമാകും പിഴ ചുമത്തുകയെന്ന് മാനവവിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ സ്വകാര്യ മേഖലാ ജീവനക്കാരും ഫെഡറൽ സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരണമെന്നാണ് നിയമം. ന്യൂസ് 18 ദുബായ്. ഹജ്ജ് പാക്കേജ് ബുക്ക് ചെയ്തവർക്ക് മുന്നറിയിപ്പുമായി ഹജ്ജ് ഉംറ മന്ത്രാലയം. ദുൽഹജ്ജ് 1 ശേഷം ബുക്കിംഗ് റദ്ദാക്കിയാൽ പണം തിരികെ ലഭിക്കില്ലെന്നാണ് മുന്നറിയിപ്പ്. ഹജ്ജ് തീർത്ഥാടകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഹജ്ജ് ഉംറ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ബുക്ക് ചെയ്ത പാക്കേജ് മാറ്റാൻ കഴിയില്ലെന്നതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. എന്നാൽ ബുക്കിംഗ് റദ്ദാക്കി ലഭ്യമായ സീറ്റുകൾക്കും പാക്കേജുകൾക്കും അനുസരിച്ച് മറ്റൊരു ബുക്കിംഗ് നടത്താം. ബുക്കിംഗ് റദ്ദാക്കുന്ന സാഹചര്യങ്ങളിൽ റീഫണ്ട് സംബന്ധിച്ചും വ്യക്തമായ മാർഗനിർദ്ദേശമുണ്ട്. ഹജ്ജ് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പും പെർമിറ്റ് ഇഷ്യൂ ചെയ്ത ശേഷവും ബുക്കിംഗ് റദ്ദാക്കി പണം തിരികെ ഈടാക്കാൻ സാധിക്കും. പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പായി ഹജ്ജ് രജിസ്ട്രേഷൻ ആരംഭിച്ച് ഷവ്വാൽ 14 വരെയുള്ള ദിവസങ്ങളിൽ ബുക്കിംഗ് റദ്ദാക്കുന്നവർക്ക്
അടച്ച തുക പൂർണ്ണമായും തിരികെ ലഭിക്കും. വ്യവസ്ഥകൾ പൂർണ്ണമല്ലാത്തതടക്കം അപേക്ഷകരുടെ ഭാഗത്തുള്ള വീഴ്ചകളും പോരായ്മകളും കാരണം പെർമിറ്റ് നിഷേധിക്കപ്പെടുന്ന പക്ഷം ഇലക്ട്രോണിക് സേവനങ്ങൾക്കുള്ള ഫീസുകൾ ഈടാക്കിയ ശേഷമാണ് തുക തിരികെ നൽകുക. ഹജ്ജ് പെർമിറ്റ് ഇഷ്യൂ ചെയ്ത ശേഷം ഷവ്വാൽ 15 മുതൽ ദുൽഖഅദ അവസാന സമയത്ത് ബുക്കിംഗ് റദ്ദാക്കുന്നവരിൽ നിന്ന് ഇലക്ട്രോണിക് സേവനങ്ങൾക്കുള്ള ഫീസുകളും കരാർ തുകയുടെ 10% ഈടാക്കും. ദുൽഹജ്ജ് 1 ശേഷമാണ് ബുക്കിംഗ് റദ്ദാക്കുന്നതെങ്കിൽ തീർത്ഥാടകർ അടയ്ക്കുന്ന പണം തിരികെ ലഭിക്കില്ലെന്നും ഹജ്ജ് ഉംറ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് 18 ജിദ്ദ. നിലമ്പൂർ സ്വദേശി സൗദിയിലെ അബ്ഹയിൽ മരിച്ചു. ചുങ്കത്തറ പുലിമുട്ട സ്വദേശി സൈനുൽ ആബിദാണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. വർഷങ്ങളായി കമീസ് മുഷയ്യത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇദ്ദേഹം. 9 മാസം മുമ്പാണ് അവസാനമായി നാട്ടിൽ പോയി വന്നത്. നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കമീസ് മുഷയ്യത്ത് വെൽഫെയർ വിംഗ് വിഭാഗം ഭാരവാഹി അഷ്റഫ് കുറ്റിച്ചാൽ, ഇബ്രാഹിം പട്ടാമ്പി, നജീബ് തൂവൂര്, അബ്ദുൽ ലസീഫ് വഴിക്കടവ്, ആസിഫ് വൈക്കടവ് എന്നിവർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. മൃതദേഹം നാളെ ഉച്ചയ്ക്ക് കമീസ് മുഷയ്യത്തിൽ ഖബറടക്കും. സംസ്ഥാനത്തെ ഹോട്ടലുകളിൽ ഇന്നും വ്യാപക റെയ്ഡ്. കൊച്ചിയിലെ ഹോട്ടലിൽ നിന്ന് ബിരിയാണിയിൽ പഴുതാരയെ കണ്ടെത്തി. ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിൽ വൃത്തിഹീനമായ നിലയിലും ലൈസൻസ് ഇല്ലാതെയും പ്രവർത്തിച്ച 3 ഹോട്ടലുകൾ അടപ്പിച്ചു. ആലുവയിൽ 4 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു. കൊച്ചി മട്ടാഞ്ചേരിയിൽ ലോബോ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന കയായിസ് എന്ന ഹോട്ടലിലെ ബിരിയാണിയിലാണ് പഴുതാരയെ കണ്ടെത്തിയത്. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്ന ദമ്പതികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധനയ്ക്കെത്തിയത്. ഹോട്ടലിന്റെ മുകൾ ഭാഗം വൃത്തിഹീനമായാണ് പ്രവർത്തിക്കുന്നതെന്നും ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു. തുടർന്ന് ഹോട്ടൽ അടച്ചുപൂട്ടി. വളരെ വൃത്തിഹീനമായ രീതിയിലാണ് ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഷെഡ്യൂൾ 4ലെ വയലേഷനാണ് ഹോട്ടലിന്റെ കിച്ചണിൽ ഫുള്ള് കണ്ടത്. പൊട്ടിപ്പൊളിഞ്ഞ രീതിയിലുള്ള നിലം, അതുപോലെ തന്നെ ഹോട്ടലിന്റെ ഫ്രീസർ, ഇതൊക്കെ വളരെ വൃത്തിഹീനമായ രീതിയിൽ വളരെ ദുർഗന്ധം വമിക്കുന്ന രീതിയിലാണ് കണ്ടത്. അതുപോലെ ഹോട്ടലിലെ ജീവനക്കാർക്ക് ക്യാപ്പ്, ഏപ്രൺ, മാസ്ക് ഒന്നും കൊടുത്തിട്ടില്ല. ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് തന്നെ എടുക്കാതെയാണ് സ്ഥാപനം പ്രവർത്തിച്ചിരിക്കുന്നത്. മട്ടാഞ്ചേരിയിലെ തന്നെ ഹോട്ടൽ A1, സിറ്റി സ്റ്റാർ എന്നീ ഹോട്ടലുകളും അടപ്പിച്ചു. 30ലധികം കടകളിലാണ് പരിശോധന നടത്തിയത്. 9 കടകളിൽ നിന്ന് പിഴ ഈടാക്കി. ആലുവ നഗരത്തിലെ ഹോട്ടലുകളിൽ നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ 4 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷ്യവസ്തുക്കൾ പിടികൂടി. പഴകിയ അച്ചാർ, എണ്ണ, ചിക്കൻ, നൂഡിൽസ് എന്നിവ അടക്കമുള്ളവയാണ് പിടികൂടിയത്. ആലുവ ജില്ലാ ആശുപത്രിയിലെ ക്യാൻറ്റീനിൽ നിന്ന് പഴകിയ കഞ്ഞി പിടികൂടി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുവാനാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ തീരുമാനം. ന്യൂസ് 18 കൊച്ചി. ഇടുക്കി നെടുങ്കണ്ടത്ത് ഒരു കുടുംബത്തിലെ 3 പേർക്ക് ഷവർമ കഴിച്ചതിനെ തുടർന്ന് ഭക്ഷ്യവിഷബാധയേറ്റു. 7 വയസ്സുള്ള കുട്ടിക്കും ഗൃഹനാഥനും പ്രായമായ സ്ത്രീക്കുമാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. നെടുങ്കണ്ടം ക്യാമൽ റെസ്റ്റോ എന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഷവർമ വാങ്ങിയത്. വയറിളക്കവും ഛർദിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് സംഭവം. ഹോട്ടലിൽ നടത്തിയ പരിശോധനയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് പ്രവർത്തനമെന്ന് കണ്ടെത്തിയതോടെ അടച്ചുപൂട്ടുവാൻ ആരോഗ്യവകുപ്പ് നോട്ടീസ് നൽകി. കോട്ടയത്ത് ഭക്ഷ്യവിഷബാധ ഉണ്ടായ ഹോട്ടൽ വീണ്ടും തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകിയ സംഭവത്തിൽ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ. നഗരസഭാ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യനും ഭർത്താവും കൈക്കൂലി വാങ്ങിയാണ് ഹോട്ടൽ തുറന്നു നൽകിയതെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. നഗരസഭാ കവാടത്തിന് മുന്നിൽ മാർച്ചും പോലീസ് തടഞ്ഞു. ഡിവൈഎഫ്ഐ കോട്ടയം ജില്ലാ സെക്രട്ടറി ഡി സുരേഷ് കുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇലന്തൂർ ഇരട്ടക്കൊലപാതകത്തിൽ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു. തമിഴ്നാട് സ്വദേശി പത്മയെ കൊലപ്പെടുത്തിയ കേസിലെ കുറ്റപത്രം എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് സമർപ്പിച്ചത്. പ്രതികൾ നരഭോജനം നടത്തിയെന്നും 3 പേരെ കൂടി നരബലിക്ക് ഇരയാക്കാൻ ശ്രമം നടത്തിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ഇലന്തൂർ ഇരട്ടക്കൊലപാതകത്തിൽ തമിഴ്നാട് സ്വദേശിനി പത്മയെ കൊലപ്പെടുത്തിയ കേസിലെ കുറ്റപത്രമാണ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചത്. പ്രതികൾക്കെതിരെ കൊലപാതകം, പീഡനം, മോഷണം, തട്ടിക്കൊണ്ടുപോകൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. പ്രതികൾ കൊല ചെയ്യപ്പെട്ടയാളുടെ മാംസം പാകം ചെയ്ത് ഭക്ഷിച്ചു. 3 പേരെ കൂടി നരബലിക്ക് ഇരയാക്കാൻ ശ്രമം നടന്നുവെന്നും കുറ്റപത്രത്തിൽ വിശദീകരിക്കുന്നു. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്ന് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച DCP S ശശിധരൻ പറഞ്ഞു. ഈ കുറ്റപത്രത്തിൽ 166 സാക്ഷികളാണ് ചോദ്യം ചെയ്തിട്ടുള്ളത്. 307 ഡോക്യുമെന്റ്സ് ഉണ്ട്. 143 മെറ്റീരിയൽ ഓബ്ജക്ട്സ് ഉണ്ട്. സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസും സാക്ഷിമൊഴികളും തുടങ്ങി കോൾ ഡീറ്റെയിൽ അനാലിസിസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ ആംഗിളുകളിൽ വിശദമായി അന്വേഷണം നടത്തിയാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. പ്രതികൾ അറസ്റ്റിലായി 89ാം ദിവസമാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. 166 സാക്ഷിമൊഴികളും 307 രേഖകളുമടക്കം 1600 പേജുള്ളതാണ് കുറ്റപത്രം.
ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് കുറ്റപത്രം തയ്യാറാക്കിയത്. പെരുമ്പാവൂർ സ്വദേശി മുഹമ്മദ് ഷാഫിയാണ് ഒന്നാം പ്രതി. ഇലന്തൂർ സ്വദേശികളായ ഭഗവത് സിംഗ്, ഭാര്യ ലൈല എന്നിവരാണ് 2ഉം 3ഉം പ്രതികൾ. നിലവിൽ മൂവരും റിമാൻഡിൽ കഴിയുകയാണ്. ഒക്ടോബർ 11-നായിരുന്നു പ്രതികളുടെ അറസ്റ്റ്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 26-നാണ് പത്മ കൊല ചെയ്യപ്പെട്ടത്. കാലടിയിൽ താമസിച്ചിരുന്ന വടക്കാഞ്ചേരി സ്വദേശിനി റോസ്ലിന്റെ കൊലപാതക കേസിലെ കുറ്റപത്രം പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ അടുത്തയാഴ്ച സമർപ്പിക്കും. ന്യൂസ് 18 കൊച്ചി. കൊല്ലം ചിതറയിൽ 3 ദിവസം പോലീസിനെയും നാട്ടുകാരെയും വട്ടം ചുറ്റിച്ച പ്രതി പിടിയിൽ. വടിവാളും നായയുമായി വീട്ടിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയ മാങ്ങോട് സ്വദേശി സജീവനെയാണ് 4 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ കീഴടക്കിയത്. മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള SPCA സീനിയർ ഇൻസ്പെക്ടർ റിജുവാണ് പ്രതിയെ പിടികൂടിയത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കിഴക്കുംഭാഗം സ്വദേശി സുപ്രഭയുടെ വീട്ടിൽ വടിവാളും നായയുമായി എത്തി സജീവൻ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. തന്റെ അച്ഛന്റെ വസ്തുവിലാണ് സുപ്രഭയുടെ വീടെന്നായിരുന്നു സജീവന്റെ വാദം. സുപ്രഭയുടെ പരാതിയെ തുടർന്ന് പോലീസ് എത്തിയെങ്കിലും ഇയാളെ പിടികൂടാനായില്ല. റോഡ് വീലറടക്കം 3 നായ്ക്കളെ തുറന്നുവിട്ട് വടിവാളുമായി നിന്ന ഇയാളുടെ വീടിന്റെ ചുറ്റുമതിലിനകത്ത് കയറാൻ പോലും ഉദ്യോഗസ്ഥർക്ക് ആയില്ല. ഗേറ്റിന്റെ പൂട്ട് തകർത്ത് അകത്ത് കടന്ന പോലീസ് നായയെ പരിശീലിപ്പിക്കുന്ന സംഘത്തിന്റെ സഹായത്തോടെ നായ്ക്കളെ കെട്ടിയിട്ടു. സജീവനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അമ്മയെ കൊല്ലുമെന്നും ആത്മഹത്യ ചെയ്യുമെന്നും ഇയാൾ ഭീഷണി മുഴക്കി. അതിനിടെ പിന്നിലെ കതക് തകർത്ത് ഉദ്യോഗസ്ഥർ അകത്ത് കയറിയെങ്കിലും വടിവാൾ വീശി സജീവൻ വിരട്ടിയോടിച്ചു. അതിക്രമത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള SPCA സീനിയർ ഇൻസ്പെക്ടർ റിജു പിന്നിലൂടെ പ്രതിയെ പിടികൂടി. തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് വിലങ്ങണിയിച്ച് പൊക്കിയെടുത്താണ് ഇയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. ന്യൂസ് 18 കൊല്ലം. തിരുവനന്തപുരം പാറശാല ഷാരോൺ വധക്കേസിൽ കുറ്റപത്രം തയ്യാറായി. ഷാരോണിനെ ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി കൊന്നത് 10 മാസത്തെ ആസൂത്രണത്തിന് ശേഷമെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ജ്യൂസ് ചലഞ്ച് തെരഞ്ഞെടുത്തത് സ്വാഭാവിക മരണമെന്ന് വരുത്താനാണെന്നും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഗ്രീഷ്മയുടെ അമ്മയ്ക്കും അമ്മാവനും കൊലപാതകത്തിൽ തുല്യ പങ്കെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കി. അടുത്തയാഴ്ച കോടതിയിൽ നൽകും. പ്രണയിനിയെ ജീവനേക്കാൾ സ്നേഹിച്ച ഷാരോൺ, പ്രണയം ആയുധമാക്കി ഷാരോണിനെ കൊന്ന ഗ്രീഷ്മ, മനസാക്ഷിയെ മരവിപ്പിച്ച കൊലക്കേസിൽ ഇരുവരുടെയും ജീവിതകഥ പറയും പോലെയാണ് DYSP AJ ജോൺസണിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. തമിഴ്നാട്ടുകാരനായ സൈനികന്റെ വിവാഹാലോചന വന്നതോടെ 1.5 വർഷത്തിലേറെ പ്രണയിച്ച ഷാരോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ തീരുമാനിക്കുകയായിരുന്നു. ജാതി വ്യത്യാസം മുതൽ ഭർത്താവ് മരിക്കുമെന്ന ജാതകദോഷം വരെയുള്ള നുണക്കഥകൾ പറഞ്ഞു നോക്കി. എന്നിട്ടും ഷാരോൺ പിന്മാറാതിരുന്നതോടെ 2021 ജനുവരി അവസാനം മുതൽ കൊലപാതകം ആസൂത്രണം ചെയ്തു. ആദ്യം വിവിധ മാർഗങ്ങളിലൂടെ 5 വധശ്രമങ്ങൾ. അതെല്ലാം പരാജയപ്പെട്ടതോടെയാണ് ജ്യൂസ് ചലഞ്ച് എന്ന ആയുധം പുറത്തെടുക്കുന്നത്. 1000-ലേറെ തവണ ഗൂഗിളിൽ സെർച്ച് ചെയ്താണ് കഷായത്തിലോ ജ്യൂസിലോ കളനാശിനി കലർത്തുകയെന്ന ആശയത്തിലേക്ക് ഗ്രീഷ്മ എത്തിയത്. അങ്ങനെ വിഷമുള്ളിൽ ചെല്ലുന്ന ഒരാളുടെ ആന്തരിക അവയവങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് വരെ മനസ്സിലാക്കിയിരുന്നു. സ്വാഭാവിക മരണം പോലെ തോന്നുമെന്ന ചിന്തയാണ് ഈ മാർഗം തിരഞ്ഞെടുക്കാൻ കാരണമായത്. ഇരുവരുടെയും 2 വർഷത്തെ ചാറ്റുകളും ഡിലീറ്റ് ചെയ്ത ദൃശ്യങ്ങളും ശബ്ദങ്ങളും ഉൾപ്പെടെ 1000-ലേറെ ഡിജിറ്റൽ തെളിവുകൾ വീണ്ടെടുത്തു. ഗ്രീഷ്മയുടെ പ്രതിസുത വരൻ ഉൾപ്പെടെ 68 സാക്ഷികളുമുണ്ട്. കൊലയിൽ നേരിട്ട് പങ്കില്ലെങ്കിലും അമ്മാവനും അമ്മയ്ക്കും കൊലപാതകം നടക്കാൻ പോകുന്നതുൾപ്പെടെ സകല വിവരങ്ങളിലും അറിവായിരുന്നതിനാൽ തുല്യ പങ്കെന്നുമാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇപ്പോൾ